ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 20-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. പരസ്തസ്മാത് തു ഭാവോന്യോ വ്യക്തോ വ്യക്താത് സനാതന അന്യഃ അവ്യക്തോ അവ്യക്താത് സനാതന എന്നാണ്. യസ്സ സർവേഷു ഭൂതേഷു നശ്യൽസു ന വിനശ്യതി. മലയാളം: അവ്യക്തത്തിലും അന്യം താൻ അവ്യക്തം ഭാവമുത്തമം. എല്ലാം നശിക്കലും തെല്ലുമില്ലാ നാശമനശ്വരം. തു എന്നാൽ തസ്മാത് അവ്യക്താത് അന്യഃ ആ അവ്യക്തത്തിൽ നിന്ന് വേറെയായി, പരഃ സനാതനഃ ഉത്കൃഷ്ടവും സനാതനവുമായ യഹ അവ്യക്തഃ ഭാവഃ ഏതൊരു അവ്യക്തഭാവമുണ്ടോ, സഹ സർവേഷു ഭൂതേഷു നശ്യൽസു ന വിനശ്യതി. ഏതൊരു അവ്യക്തഭാവമുണ്ടോ അത് എല്ലാ ഭൂതങ്ങളും നശിക്കുമ്പോഴും നശിക്കുന്നില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഒരു ബ്രഹ്മാവിൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞ് സൃഷ്ടി തുടങ്ങുന്നു. 1000 ചതുർയുഗം, വീണ്ടും 1000 ചതുർയുഗം സൃഷ്ടി നടത്തിക്കഴിഞ്ഞാൽ വീണ്ടും വിശ്രമം, വീണ്ടും തുടരുന്നു പകൽ. ഇതൊരു ചക്രം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഏതോ ഒരു അവ്യക്തതയിൽ നിന്നാണ് തുടക്കം, അല്ലേ? ആ അവ്യക്തതയിലേക്ക് പുറമെ, അതായത് അതിനും അപ്പുറത്തായിട്ട് നിലനിൽക്കുന്ന ഉത്കൃഷ്ടവും സനാതനവുമായ മറ്റൊരു അവ്യക്തഭാവം. രണ്ടും രണ്ട് തരത്തിലാണ് അവ്യക്തം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ അവ്യക്ത ഭാവത്തിലെ പ്രകാശമായിട്ട് ഒരു നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നാം ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരേണ്ട പരമമായ പദം, അതായത് പരബ്രഹ്മം. എല്ലാം നശിച്ചാലും, എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോയാലും അത് മാത്രം നശിക്കാതെ നിലനിൽക്കും. നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ പലതരം, ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ചോക്കുണ്ട്, ബെല്ലടിച്ചു, ടീച്ചർ വന്നു, റെഡിയായി ക്ലാസ് എടുക്കാൻ. ആദ്യം വരുന്നത് ഇംഗ്ലീഷ് ടീച്ചറാണ്. ലെസൻ്റെ ഹെഡിങ് എഴുതുന്നു, ന്യൂ വേർഡ്സ് എഴുതുന്നു, മീനിങ് പറഞ്ഞു കൊടുക്കുന്നു, സിനണിംസ് എഴുതുന്നു, സെൻറ്റൻസസ് ഫോം ചെയ്യാൻ പഠിപ്പിക്കുന്നു, അല്ലേ? 40 മിനിറ്റ് കഴിഞ്ഞു, ഇംഗ്ലീഷ് ടീച്ചർ പോയി, മാത്സ് ടീച്ചർ വരുന്നു, ഇതെല്ലാം ബോർഡിൽ നിന്ന് ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് എന്താണ്? A+B² ഐഡൻറ്റിറ്റിയാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോമെട്രി കൺസ്ട്രക്ഷനാണ് പഠിപ്പിക്കുന്നത്. വീണ്ടും അടുത്ത ടീച്ചർ വരുന്നു, സയൻസാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഹീറ്റ് എന്താണെന്ന് പഠിപ്പിക്കുന്നു, സൗണ്ട്, അങ്ങനെ ഫിസിക്സ് എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പല പല ടീച്ചേഴ്സാണ്. അവരവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അല്ലേ? എല്ലാവരും എഴുതുന്നത് എവിടെയാണ്? ബ്ലാക്ക് ബോർഡിൽ തന്നെയാണ്. ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു, വൈകുന്നേരം കുട്ടികളെല്ലാം വീട്ടിൽ പോയി, ടീച്ചേഴ്സും വീട്ടിൽ പോകുന്നു. പക്ഷേ എന്താ അവിടെ ഉണ്ട്? ആ ബ്ലാക്ക് ബോർഡ് അവിടെ തന്നെ ഉണ്ട്. ആ ബ്ലാക്ക് ബോർഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഇംഗ്ലീഷ് പഠിച്ചതും, മാത്സ് മനസ്സിലാക്കിയതും, സയൻസിൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കിയതും, ഇനി സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറാണ് പഠിപ്പിച്ചെങ്കിൽ അത് മനസ്സിലാക്കിയതുമെല്ലാം ഒരേ ബ്ലാക്ക് ബോർഡിൽ നിന്നാണ്. ആ ബ്ലാക്ക് ബോർഡ് അവിടെ തന്നെ ഉണ്ട്. അതുപോലെ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്താണോ അവ്യക്തതയ്ക്കും അപ്പുറത്ത് അവ്യക്തമായി നിലനിൽക്കുന്നത്, ആ പരമമായ ചൈതന്യത്തെ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. യോഗികൾ ങ്ങൾ നശിച്ചാലും വീണ്ടും വീണ്ടും നിലനിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ആ ചൈതന്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാരായണൻ എന്ന് വിളിക്കുന്നത്. അതിൽ ബ്രഹ്മാവ് പോലും അതിലാണ് ലയിച്ച് കിടക്കുന്നത്. വീണ്ടും ആ ചൈതന്യം എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് അത് അനുഭവിക്കുന്നവർക്ക്, അതായത് യോഗികൾക്ക്, ഈ ലോകം തന്നെ മുഴുവനായിട്ടും ഒരു മായ പോലെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ അവ്യക്തതയിൽ നിന്നാണ് വ്യക്തത വരുത്തുന്നത്. വീണ്ടും ഈ വ്യക്തത എന്തിലേക്ക് ചേരുന്നു? അവ്യക്തതയിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ അവ്യക്തതയിൽ നിന്നാണ് നമ്മൾക്ക് ജീവൻ എന്ന ഒരു ഭാവം കിട്ടുന്നത്. അവ്യക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസന എന്ന് നമ്മൾ പറയുന്നതാണ്. അത് അവ്യക്തം അജ്ഞാനമാണത്. അപ്പോൾ ഏതിലാണോ ജീവജന്തുക്കൾ അല്ലെങ്കിൽ ജീവജഗത്തുക്കൾ മുഴുവനും പ്രത്യക്ഷപ്പെടുകയും അറിയുകയും ചെയ്യുന്നത്, ആ സത്യവസ്തുവാണ് നമ്മൾ പരമാത്മാവ് അല്ലെങ്കിൽ പരമ്പൊരുൾ എന്നൊക്കെ വിളിക്കുന്നത്. അതിനെ അറിയില്ല എന്നുള്ളതാണ് നമ്മളുടെ അവിദ്യ. ഈ അവിദ്യയിൽ നിന്ന് ജഗത്തുണ്ടാകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ജഗത്തിൻ്റെ മിഥ്യായ ജഗത്തിൻ്റെ സ്ഥിതി എല്ലാം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് സംഹാരം, അതുവരെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിൽ തന്നെ ലയിക്കുന്നു. അപ്പോൾ ഇതൊരു സൈക്ലിക് പോലെയാണ്. അപ്പോൾ ഈ അവ്യക്തം സനാതനം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പം അത് തന്നെയാണോ ഏറ്റവും പരമമായിട്ടുള്ള നമുക്ക് പ്രാപിക്കാൻ പറ്റുന്ന സ്ഥാനം, അതോ ഇനി അതിലും അപ്പുറത്ത് വല്ലതും ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടെ വിവരിച്ചു കൊടുക്കുകയാണ്. പരമമായ പദം ഏതാണെന്ന് പറഞ്ഞത് അവ്യക്തതയിൽ നിന്ന് അവ്യക്തതയിലേക്ക് തന്നെയാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ആ അവ്യക്തതയിൽ നിന്നും വേറെയായി ഉത്കൃഷ്ടമായി നിലകൊള്ളുന്ന അവ്യക്തഭാവത്തെയാണ് ഇപ്പോൾ പരമപദം എന്ന് നമ്മൾ വിശേഷിപ്പിച്ച്. അത് എല്ലാ ഭൂതജാലങ്ങളും നശിച്ചാലും ഒരിക്കലും നശിക്കാത്തതാണെന്ന് വിവരിച്ചു കൊടുത്തു. ഇനി 21ാമത്തെ ശ്ലോകം. അവ്യക്തോക്ഷര ഇത്യുക്തസ്തമാഹു പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തേ തഥാമ പരമം മമ. മലയാളം. അതാണു പരമോത്കൃഷ്ട ഗതിയോതുന്നു സത്തമർ, പരമോത്കൃഷ്ടധാമത്തിൽ അണഞ്ഞാൽ ഗതി നിന്നിടും. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ അവ്യക്തത, അതിനപ്പുറത്തുള്ള അവ്യക്തത, അതായത് സർവബോധങ്ങളും നശിച്ചാലും നശിക്കാതെ നിലനിൽക്കുന്ന അവ്യക്തതയുണ്ടല്ലോ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അക്ഷരം എന്ന് വിളിക്കുന്നത്. അതാണ് ജഗത്തിന് ആധാരമായിട്ടുള്ള പരബ്രഹ്മം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ച് മുന്നേ ഉള്ള ശ്ലോകങ്ങളിൽ ഈ വാക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ അധ്യായത്തിൽ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഓംകാരമാണ് നമ്മുടെ പ്രണവമന്ത്രം എന്ന് പറഞ്ഞു, അത് ഉപാസിക്കണമെന്ന് നിർദ്ദേശിച്ചു. എല്ലാ ശരീരത്തിലും ശുദ്ധ ചൈതന്യമായിട്ട് നിലനിൽക്കുന്നത് ആത്മാവാണെന്ന് പറഞ്ഞു. ആത്മാവിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് നമ്മളിലുള്ള വാസനകളൊക്കെ സചേതനങ്ങളായി മാറുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നമ്മളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ആത്മാനുഭൂതി ഒഴികെയുള്ള ഏതൊരവസ്ഥയും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. നമ്മൾ ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, അങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ ഗതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംസാരം എന്ന് പറയുന്നത്. സംസാര ലോകം എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. സംസരതി ഇതി സംസാരഃ എന്നാണ്. നമ്മൾ ഉറങ്ങിപ്പോകുന്നു, രാവിലെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, നമ്മുടെ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു, നമുക്ക് ആവശ്യത്തിൽ നമുക്ക് അന്ന് ചെയ്ത് തീർക്കേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നു. രാത്രിയാവുമ്പോൾ നമ്മൾ കുറച്ച് വിശ്രമിക്കുന്നു. ആ വിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. കാരണം എന്താ? നാളെ രാവിലെ വീണ്ടും നമ്മൾ ഉണരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതേപോലെ തന്നെ ഈ സൃഷ്ടി പ്രവൃത്തികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് വിശ്രമം ആവശ്യമുണ്ടല്ലോ, അതാണ് സുഷുപ്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം അവിടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള ഓരോ ദിവസങ്ങൾ കൂടി നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമ്മളുടെ ജന്മത്തിൻ്റെ അവസാനമാവുന്നു. അവസാന കാലത്ത് നമ്മളുടെ എല്ലാ കർമ്മങ്ങളും തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ എല്ലാ കർമ്മങ്ങളും ഒടുങ്ങിയിട്ടുണ്ടാവില്ല. എങ്കിലും നമ്മളുടെ ശരീരം ഒരു ജഡവസ്തുവായിട്ട് മാറുന്നു. ആ ജഡവസ്തുവിനെയാണ് നമ്മൾ മരണം എന്ന അവസ്ഥയായിട്ട് വിശേഷിപ്പിച്ചത്.
വീണ്ടും അത് ജനിക്കും. ആ ജനനം പുനർജന്മമായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ജനനമുണ്ട്, പുനർജന്മം, വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലോ ആ ജന്മത്തിൽ, പുനർജന്മത്തിൽ നമ്മൾക്ക് സുഖങ്ങൾ മാത്രമാണോ കിട്ടുന്നത്? അല്ല, ദുഃഖമാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അത് ദുഃഖാലയമാണ്, അശാശ്വതമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പുനർജന്മം ഇല്ലാതിരിക്കണം. പുനർജന്മം ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മസാക്ഷാത്കാരം നേടണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വിചാരം, നമ്മുടെ ബന്ധുക്കളുണ്ടല്ലോ, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും നമ്മൾക്ക് തുണയാവും, എല്ലാ കാര്യത്തിലും തുണയാവും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മക്കൾ നമ്മളെ നോക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവും ഭാര്യയും എന്നും നിലനിൽക്കുന്നില്ലല്ലോ. അതേപോലെ കുറച്ചും കൂടെ നമ്മൾക്ക് വയസ്സായി റിട്ടയർഡ് ലൈഫുകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ റിട്ടയർ ചെയ്തു എന്ന് വിചാരിക്കൂ. അങ്ങനെ വിചാരിച്ചാൽ പിന്നെ വീണ്ടും നമ്മുടെ ജീവിതം മുന്നോട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രാവിലെ എണീക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ അത്യാവശ്യം ചായ കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പേപ്പർ വായിക്കുന്നു, കുറേ TV കാണുന്നു, കുറേ മൊബൈൽ കാണുന്നു, മൊബൈൽ നോക്കുന്നു, രാത്രി അവസാനിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്നു. അടുത്ത ദിവസം ഇത് തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വ്യർത്ഥം തന്നെയാണ്. അപ്പം ഇത്രയും കാലം നമ്മൾ വിചാരിക്കുന്ന മുഴുവനും ബന്ധുക്കളുണ്ട് എന്നാണ്. ബന്ധുക്കളില്ല എന്ന് പറയുന്നില്ല, ബന്ധുക്കളുണ്ട്. പക്ഷേ ഓരോ സാഹചര്യമാണ്. മക്കൾക്ക് അച്ഛനെയും അമ്മയും നോക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കിടക്കുന്നത് അമേരിക്കയിലാണ്. അവർക്കിവിടെ വന്ന് നോക്കാൻ പറ്റില്ല. പക്ഷെ അവരതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കും, വരാനും ശ്രമിക്കും. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ കാണണം, അല്ലെങ്കിൽ നമ്മൾക്ക് വയ്യാതെയായി നാളെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താണ്? നമുക്കൊരു നിരാശ വരാൻ തുടങ്ങി. നമ്മളെ ആരും നോക്കാനില്ല എന്ന നിരാശ. നമ്മൾ റിട്ടയർഡ് ലൈഫാണ്, അതുകൊണ്ട് നമ്മളെ ആരും നോക്കാനില്ല, മക്കൾക്കൊന്നും ഇപ്പോൾ നമ്മളെ വേണ്ട എന്നൊക്കെ നമ്മുടെ ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മളതിന് പകരം എന്ത് ചെയ്യണം? നമ്മുടേതായിട്ടുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. നമ്മളുടെ വഴി എന്താണ് വേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ട വഴി അടുത്ത ആളെ കുത്തിക്കൊല്ലാൻ എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അക്രമാസക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പകരം ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ. എന്താണ് ലക്ഷ്യം? ഭഗവാനിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഉറപ്പിച്ച് വയ്ക്കുക ആദ്യം. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആദ്യം ഒരു സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോൾ അവിടെ സ്റ്റേ എന്താണെന്നാണ് നോക്കുക, താമസിക്കാൻ വല്ല സ്ഥലവും കിട്ടുമെന്നാണ് നോക്കുക. ബാഗും തൂക്കി ഇവിടുന്ന് യാത്ര പുറപ്പെട്ടിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് റൂമുണ്ടോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റൂമേ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ ആദ്യം തന്നെ ഒരു റൂം അവിടെ ഉണ്ട്. ആ റൂം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആസ്വദിക്കാം. അവിടെ എത്തി ബാഗൊക്കെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാട് മുഴുവനായിട്ടും ആസ്വദിക്കാം. കാരണം എന്താണ്? വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ നമ്മുടെ റൂം ഏതാണ്? സാക്ഷാൽ പരമപദമാണ്. ആ സ്ഥാനം ഉറപ്പിക്കുക. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ജീവിതം ആസ്വദിക്കാം. എന്താണ്? അതിലേക്ക് എത്താനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. അപ്പോൾ ഒരു കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ച് എനിക്ക് എന്താണ് ലക്ഷ്യം? ഒരു IAS ആവണം, കളക്ടർ ആവണം എന്നൊക്കെ ലക്ഷ്യമുണ്ട്. അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ എത്തുകയും ചെയ്യും. അപ്പം നമ്മൾക്ക് ഇനി ലക്ഷ്യബോധം കിട്ടിക്കഴിഞ്ഞു. എന്താണ്? അവിടെ എത്തുക എന്നുള്ളതാണ്, പരമപദം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യബോധം. ഇതുവരെയും നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും ധാരാളം നമുക്ക് ആയുസ്സുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. കാരണം ഭഗവാനാണല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ തുടങ്ങുകയും ചെയ്യാം. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യാത്തവരുണ്ടാവില്ല, മിക്കവാറും എല്ലാവർക്കും ആ ബോധം വന്നു കഴിഞ്ഞിട്ടുണ്ടാവേണ്ടതാണ്. അപ്പോൾ ആ നിങ്ങൾ നോക്കാം. ഇന്ന് ഞാൻ നാമം ജപിച്ച് കഴിഞ്ഞു കൂടുന്നു, അല്ലെങ്കിൽ കുറേ അമ്പലങ്ങൾ കാണാത്തതുണ്ട് ജീവിതത്തിൽ. ഇത്രയും കാലം ജോലിയുടെ തിരക്ക് കാരണം ഇതൊന്നും പറ്റിയില്ല. നാളെ മുതൽ ഒരു ചെറിയ തീർത്ഥയാത്ര നടത്തിയാലോ? അതിന് പറ്റുന്ന നമ്മളെ മാതിരിയുള്ള സമാന ചിന്താഗതിക്കാരെ വിളിച്ച് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് വേണമെങ്കിൽ നമുക്കൊരു ടൂറായിട്ട് പോവാം. അല്ലെങ്കിൽ പോകുന്ന ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവരുടെ കൂടെ പോവാം. അങ്ങനെ അല്ലെങ്കിൽ എന്താണ്? വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് നാമം ജപിക്കാം. ഇനി നാമം കീർത്തനങ്ങൾ എഴുതാൻ അറിയുന്ന ആൾക്കാരാണെങ്കിലോ രചിക്കുക, ഭഗവാനെപ്പറ്റി സ്തുതിക്കുക, ഭഗവാനെപ്പറ്റി സ്തോത്രങ്ങൾ രചിക്കുക, എഴുതുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുക. അങ്ങനെയുള്ള എത്രയോ മെത്തേഡുകളുണ്ട്.
മാത്രമല്ല ഇതിനെക്കുറിച്ച് എനിക്കും അറിയണം എന്നുള്ള ആകാംക്ഷ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ധാരാളമായിട്ട് വായിച്ച് പുതിയ അറിവ് നേടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു ഉറപ്പ്, നമ്മുടെ സ്ഥാനം അവിടെ ഉണ്ടല്ലോ, ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കഷ്ടതകൾ നമുക്ക് വന്നാലും ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ, ആരുടെയെങ്കിലും രൂപത്തിൽ നമ്മളുടെ മുന്നിൽ വരും, തീർച്ചയായിട്ടും വരും. അനുഭവത്തിൽ കൂടെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വിഷമം വരില്ല. അങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് എത്തും. അപ്പോൾ ഭഗവാനിൽ നിന്നാണ് നമ്മൾ വന്നത്, ആ ഭഗവാനിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് എത്തും വേണം. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്താണ്, നമ്മൾ കുറേ പ്രാരബ്ധ കർമ്മങ്ങളുണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് മുഴുവനും അനുഭവിച്ച് തീർക്കണം. ഭഗവാനിൽ ലയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യുക. ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യം അവിടെയുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ 2 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി 22ാമത്തെ ശ്ലോകമാണ് അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.